പുഴയുടെ ഭംഗി കണ്ണിറയെ കണ്ട് കണ്ടൽക്കാടുകൾക്കിടയിലൂടെ ഒരു തോണിയാത്ര കടലുണ്ടി പുഴയിലൂടെയാണ്. ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലും റിപ്പോർട്ടർ ഷഹദ് റഹ്മാനും നടത്തിയ ഒരു യാത്രയിലേക്ക് പ്രേക്ഷകരുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. നയനമനോഹരമായ ഈ യാത്രയ്ക്കിടയിലൂടെ കടലും പുഴയും സംഗമിക്കുന്ന കടലുണ്ടി പുഴ, പ്രകൃതിയെ തൊട്ടറിഞ്ഞൊരു യാത്ര. വൈകുന്നേരങ്ങളിലെ സൂര്യാസ്തമയവും പുലർക്കാല കാഴ്ചകളുമാണ് ഇവിടെ ഏറെ മനോഹരം. കണ്ണിനെയും മനസ്സിനെയും ഒരുപോലെ അതിശയിപ്പിക്കുന്ന തുരുത്തുകളുടെ കാഴ്ച. ദേശാടന പക്ഷികളുടെ സംഗമ കേന്ദ്രമായ കടലുണ്ടി, പക്ഷി നിരീക്ഷകരുടെ സ്വർഗവും പ്രകൃതി സ്നേഹികളുടെ ആശ്വാസ തുരുത്തുമായ കടലുണ്ടിയെ മനസ്സിൽ സൂക്ഷിക്കാത്തവർ കുറവാണ്. കഴിയുന്നതും രാവിലെയാണ് ഇതിന് നല്ലത്. പിന്നെ അല്ല നന്ന വൈകുന്നേരം വെയിലൊക്കെ സൂര്യൻ അസ്തമിച്ചതിന് ശേഷം. കോഴിക്കോട് മലപ്പുറം ജില്ലയുടെ അതിർത്തി പങ്കിടുന്ന കടലുണ്ടി എക്കോ ടൂറിസത്തിലേക്ക് കോഴിക്കോട് ജില്ലയിൽ നിന്നും ഏകദേശം 20 കിലോമീറ്ററാണുള്ളത്. ഇവിടുത്തെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ എന്റെ പുറകിൽ കാണുന്ന കണ്ടൽക്കാടുകൾ, അതുപോലെ തന്നെ ദ്വീപുകൾ, അതുപോലെ തന്നെ പക്ഷി സങ്കേതം എന്നിവയെല്ലാമാണ്. അസ്തമിക്കാൻ പോകുന്ന സൂര്യനെയും ചൂളം വിളിച്ചു പായുന്ന തീവണ്ടികളെയും വിരുന്നുവന്ന ദേശാടന പക്ഷികളെയും സാക്ഷികളാക്കി കടലുണ്ടി പുഴയുടെ വശ്യമനോഹാരിതയിൽ മനം നിറഞ്ഞുള്ള ഒരു തോണിയാത്രയുമാണ് ഇവിടത്തെ ഹൈലൈറ്റ്. മത്സ്യകൃഷിയിൽ സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് കരസ്ഥമാക്കിയ ബാബുരാജും മകൻ ഷംജിത് രാജും ഇവിടുത്തെ ടൂറിസം സാധ്യത മനസ്സിലാക്കി വിപുലമായ പദ്ധതികളാണ് ഒരുക്കിയിട്ടുള്ളത്. മെയിനായിട്ട് കടലുണ്ടി നമ്മളെ ബേർഡ് സാങ്ച്വറിന്റെ ഏരിയ, കണ്ടൽക്കാടുകൾ, നമ്മളെ തിരുത്തികൾ, പാലങ്ങൾ, അഴിമുഖം, അങ്ങനെ എല്ലാം കവർ ചെയ്തിട്ടാണ് നമ്മളെ തോണിയാത്ര കാര്യങ്ങളെല്ലാം വരുന്നത്. പോരാത്തതിന് നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെ 1 ഏക്കറോളം മത്സ്യ ഫാമാണ്. കടലുണ്ടി പുഴയോരത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ ദേശാടന പക്ഷികൾ കൂടി വിരുന്നെത്തുന്നതോടെ ഈ ടൂറിസം കേന്ദ്രം കുറെ കൂടി സജീവമാകും. കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. മനോഹരമായ കാഴ്ചകൾ പകർത്തിയ ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം ഷഹദ് റഹ്മാൻ, 24 വള്ളിക്കുന്ന്.